ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. ഊണ് കഴിക്കാം എന്നുള്ള സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് സ്വാഗതം. ഒരുപാട് പേര് അംഗീകരിച്ച ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുന്നത്. കാണാനും അതുമാത്രമല്ല ഞങ്ങൾക്ക് അതുപോലെ ഉണ്ടാക്കാനും ഒരുപാട് സഹായിക്കുന്നുണ്ട്. വിനി കഴിക്കുമ്പോൾ അത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓൾറെഡി വിനീസ് കിച്ചണിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇനി നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ നല്ല അടിപൊളി ചക്ക പുളിങ്കറിയാണ്. നല്ല കൂർക്ക ഉപ്പേരിയുണ്ട്. ചെമ്മീൻ നന്നായിട്ട് വറുത്തിട്ടുള്ള ഒരു പൊടി പോലുള്ള ശ്രീലങ്കൻ വിഭവമുണ്ട്. ഞാൻ ഈ മുഴുവനും ചോറൊന്നും ഞാൻ ഉണ്ണില്ല. പക്ഷേ എനിക്ക് ഈ ഓരോ കറികൾക്കും കുറച്ച് ചോറ് എടുത്തിട്ടാണ് എൻ്റെ ശീലം. അപ്പോൾ വരും നമുക്ക് കുറച്ചായിട്ട് ചോറുണ്ണാം. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അതുകൊണ്ട് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ ഇത്രയൊന്നും ചോറുണ്ണാത്ത ആളാണ്. ഞാൻ വളരെ കുറച്ചായിട്ടുള്ള രീതിയിൽ നമുക്ക് കഴിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇത് ഞാൻ ഫുള്ളായിട്ട് കഴിക്കും. കൂർക്ക ഈ ഒരു ഉരുളയൊക്കെ എന്ത് ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ഉള്ളിയും മുളകും അരച്ചു വെച്ച കൂർക്ക. എനിക്ക് കുറച്ച് ചോറ് എടുത്തിട്ട് വിട്ട് കഴിക്കണതാണ് ഇഷ്ടം. നല്ലോണം ആസ്വദിച്ച് കഴിക്കാം മക്കളെ. കഴിക്കണത് ഈ വറച്ചോറ് ഉപ്പേരിയില്ലേ, അതൊരു വല്ലാത്തൊരു കോമ്പിനേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് ചക്ക പുളിങ്കറി എടുക്കാം. ഇടിച്ചക്ക പുളിങ്കറി. ആദ്യത്തെ അറ്റംപ്റ്റാണ്. കമൻറ്റിലൂടെ പറയണം. പല വിഭവങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഗ്മെൻറ്റായ ഞാൻ കഴിച്ച് കാണിക്കുന്നത് വേണോ വേണ്ടേ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇനി നമുക്ക് ചക്ക എടുക്കാം. ഈ കുറേ കൂട്ടാൻ കഴിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് കഷ്ണങ്ങൾ ഏത് ആണെങ്കിലും ഇങ്ങനെ ഒലുമ്പി കഴിക്കണത് ഒരു ടേസ്റ്റ് തന്നെയാണ്. നല്ല ഇടിയൻ ചക്ക. കുറേ പുളിങ്കറി വെച്ചിട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കാൻ തോന്നിയാലോ? അത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. പല കോമ്പിനേഷൻസും ഞാൻ രുചിക്കുന്ന കോമ്പിനേഷൻ.
പരമ്പിട്ടുണ്ട്. കുറച്ച് ഞാൻ പ്രോൺസ് എടുക്കട്ടെ. വാ, ലേശം ഉണക്ക ചെമ്മീൻ, ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നൊക്കെ എനിക്കറിയാം. എന്നാലും നമ്മളൊരു കാര്യം ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും പോസിറ്റീവ് മാത്രം പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇത് എൻ്റെ കോമ്പിനേഷനാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം എന്നുള്ള ഒരു അറ്റംപ്റ്റ്. അല്ലാണ്ട് ചക്ക പുളിങ്കറി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാത്തതുമല്ല. കൂട്ടാനൊക്കെ നിറയെ എടുത്ത് കഴിക്കും. അപ്പോഴേ ഒരു ചോറിൽ അതിൻ്റെ രുചി അറിയുള്ളൂ. അല്ലാണ്ട് ഒഴിച്ചില്ല എന്നും പറഞ്ഞ് കഴിക്കണ്ട. ഈ ഒരു ശബ്ദം വരുമ്പോഴാണ് ആ ടേസ്റ്റ് വരിക. ഒരു ഫുൾ എപ്പിസോഡ് കഴിക്കണതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ചക്ക പുളുങ്ങരി തന്നെ. അപ്പോൾ അതിലെയും കൂർക്കയും അങ്ങനെ പാലക്കാട് പോയ പോലെ. സൂപ്പർ. എനിക്കിഷ്ടമുള്ള പലതും ഞാൻ ഇതുപോലെ കാണിച്ചു തരാം കേട്ടോ. കോമ്പിനേഷൻസ്. ഞാൻ എക്സ്ട്രാ ഒരു കയ്യിൽ ചോറേ എടുത്തുള്ളൂ. എനിക്കത് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. ഞാൻ വാരി വലിച്ച് കഴിക്കില്ല. പക്ഷെ പ്ലേറ്റ് തുടച്ച് കഴിക്കും. അല്ലാണ്ട് ഒന്നും ബാക്കി വയ്ക്കാറില്ല. വേണ്ടതേ ഞാൻ എടുക്കും. എന്നെക്കൊണ്ട് കഴിയും എന്നുള്ളതേ എടുക്കൂ. ഇടിയൻ ചക്ക, കൂർക്ക ഒക്കെ ആസ് യൂഷ്വൽ സ്നാപ്പ് ഷോപ്പിൽ ഇപ്പോൾ പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ട്, ആനക്കാർട്ട്. അതിലും കിട്ടുന്നുണ്ട്. അന്നത്തിനെ ബഹുമാനിക്കുക, അന്നപൂർണേശ്വരിയെ ബഹുമാനിക്കുക, ഒന്നും കളയരുത്. എപ്പോഴും
തുടച്ച് കഴിക്കാൻ പഠിക്കുക. Super. That was a very good lunch. അപ്പോൾ വരൂ കഴിക്കാം എന്ന സെഗ്മെൻറ്റ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അറിയിക്കുക കമൻസിലൂടെ. നിങ്ങൾ എന്താണോ കമൻറ്റ് എഴുതുന്നത് അതുപോലെ ആയിരിക്കും പല കോമ്പിനേഷൻസും. എങ്ങനെയാണ് ഞാൻ കഴിക്കാറുള്ളത് എൻജോയ് ചെയ്തിട്ട്. ഞാൻ ഏതൊരു ഫുഡും വളരെയധികം എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ്. എനിക്കതിൽ മാനക്കേട് ഞാൻ ഒരിക്കലും വിചാരിക്കാറില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്തിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ. കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. Winnie's Kitchen.